അപ്പൊ പറഞ്ഞല്ലോ ഓർമ്മയുണ്ടല്ലോ, സംഗതി ഏക്കണം. സംഗതി ഏറ്റ ഇന്ന് രാത്രി എല്ലാരും കൂടെ ചേർന്ന് അടിച്ചു പൊളിക്കുന്നു. കള്ളിന് കള്ള, ഷാപ്പാണ് ഷാപ്പാടോ, അങ്ങനെ എല്ലാം. സുലൈമാൻ എന്തായി? എവരിതിങ് ഓക്കെ. മൊത്തം എത്ര കഥനെയാന്ന് പറഞ്ഞത്? 1001. ഒരാൾക്ക് 10 വെച്ച കണക്ക്. അങ്ങനെ മൊത്തം 100. ഓക്കെ. നീ എത്ര കുടിച്ചു? ഞാൻ 4. പന 2, തെങ്ങ് 2. കള്ളിന്റെ കാര്യമല്ല, ഇത് എത്ര കുടിച്ചെന്നാ ചോദിച്ചത്? 3.5. നിന്റെ അണ്ടാവിനൊന്നും പോരല്ലോ മോനെ. 10 കഥനക്ക് തികയണം. അതെ, മൊത്തം 1001 കഥനയല്ലേ? നമ്മൾ 100 × 10 1000, ബാക്കി 1 കഥന. കേറി പൊടി ഇവിടുന്ന്. സുലൈമാനെ, മറ്റേ സാധനം റെഡിയല്ലേ? ഓഡിയോ കാസ്റ്റ് അല്ലേ? അതിവന്റെ ഭദ്രമായിട്ടിരിക്കല്ലേ? എവരിതിങ് ഓക്കെ. അപ്പൊ നമുക്ക് അതെ, സംഭവം ഇരുന്നിട്ടാണോ നിന്നിട്ടാണോ? അത് പിന്നെ കഥനയുടെ സൈസ് അനുസരിച്ചിരിക്കും. പ്രിയമുള്ള നാട്ടുകാരെ, സഹോദരി സഹോദരന്മാർ, പുറം നാട്ടിൽ നിന്നും ഉന്നത വിദ്യാഭ്യാസം നേടി കൃഷ്ണപുരം ഗ്രാമത്തിന്റെ അഭിമാനമായി മടങ്ങിയെത്തുന്ന കുമാരി സത്യഭാമ ഈ മണ്ണിൽ വന്നിറങ്ങുമ്പോൾ വമ്പിച്ച ഖരഘോഷത്തോടുകൂടി ആ പുണ്യവതിയെ സ്വീകരിച്ച് ആനയിക്കണമെന്ന് വിനയാനുജനായി ഞാൻ അപേക്ഷിച്ചുകൊള്ളുന്നു. സ്വീകരണ ചടങ്ങിനെ കുറിച്ചുള്ള കാര്യപരിപാടികൾ വിശദീകരിക്കുവാൻ ഞാൻ ശ്രീമാൻ കൊപ്രാപുരയ്ക്കൽ കർണനെ ക്ഷണിച്ചുകൊള്ളുന്നു. തുടർന്ന് നടക്കുന്ന സമൂഹ സദ്യയിൽ എല്ലാവരെയും എല്ലാ നാട്ടുകാരും പങ്കെടുത്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. മേളം മുഴങ്ങട്ടെ. സത്യഭാമേ, ശ്രീനാളിനെ വന്നതിൽ അച്ഛന്റെ സന്തോഷം. മോളെ 1001 കഥനെയാണ് കൊട്ടാൻ പോകുന്നത്. റെഡി, ഒഴിച്ചോടാ. കഥന പൊട്ടുന്നില്ല. എന്തോ സംഭവിച്ചു? മോളെ വീട്ടിലോട്ട് വെക്കാവോ? അവനെ മൂക്കൊണ്ട് ഇക്ഷ വരപ്പിക്കും ഞാൻ. കഷ്ടത്തിന്റെ സാധനം നാട്ടുകാരുടെ മുന്നേ എന്നെ മോളെ ഇക്ഷ വരപ്പിച്ചപ്പോ സമാധാനമായല്ലോ. ഒരു നല്ല കാര്യത്തിന് വേണ്ടി ചെയ്തത് ഇങ്ങനെ തീരുമെന്ന് ഞാൻ കരുതിയില്ല. നാട്ടുകാരുടെ ആ പാർത്ഥന്റെ മുന്നിൽ നിനക്ക് മോക്ക് ഒരു മതിപ്പ് ഇട്ടിട്ടെന്ന് വിചാരിച്ച് ചെയ്തതാ. നനഞ്ഞു ഇപ്പൊ നല്ല മതിപ്പായല്ലോ. അവളെ ഞാൻ സമാധാനിപ്പിക്കാം. മോളവിടെ തേങ്ങ തിന്നില്ല. അവള് മേളിലുണ്ട്. ഞാൻ തെറ്റിദ്ധരിച്ചു. മോളെ മോളെ ഭാമ ഒന്ന് വാതിൽ തുറക്ക. മോളെ ഭാമ ഒന്ന് വാതിൽ തുറക്ക്. അച്ഛൻ പറയുന്നത് ഒന്ന് കേക്ക് മോളെ. അച്ഛൻ പറയുന്നത് കേൾക്ക് മോളെ. മോക്ക് നാണക്കേട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ത് പ്രായശ്ചിത്തം വേണേലും അച്ഛൻ ചെയ്യാം. മീശ പഠിക്കണോ? പഠിക്കാം. തല മൊട്ടയടിക്കണോ? പഠിക്കാം. തല മൊട്ടയടിച്ച് തലയിൽ ചന്ദ്രൻ തേച്ച് തീക്കുഴി നടക്കണം. വേണമെങ്കിൽ അതും ചെയ്യാം. മോളെ, കാലം കുറയായി ആ പാർത്ഥം കാരണം ഈ അച്ഛൻ അനുഭവിക്കുന്ന മനോവേദനയ്ക്ക് നാണക്കേടിനും ഒന്ന് പകരം വീട്ടാൻ നോക്കിപ്പോയി. അതെ, പകരം വീട്ടാൻ തക്കവണ്ണമുള്ള ഒരു തെറ്റും അച്ഛനോട് പാർത്ഥേട്ടൻ ചെയ്തതായി എനിക്ക് തോന്നുന്നില്ല. അച്ഛന്റെ പെങ്ങളുടെ മോനല്ലേ, പോരെങ്കിൽ എന്റെ മുറച്ചെറുക്കനും. മോളെ, അവൻ മുറച്ചെറുക്കനല്ല, കുറുക്കനാ. കാലൻ, കരിങ്കാലൻ. അച്ഛന്റെ ഉയരെടുക്കാൻ അവൻ കാലവാസം കൊണ്ട് നടക്കുക. അതെ, ദൈവങ്ങളെ തെറി പറഞ്ഞു നടന്നിരുന്ന അവനിപ്പോ ക്ഷേത്രഭരണം കിട്ടണം. പൂട്ടിക്കിടക്കുന്ന ക്ഷേത്രത്തിന്റെ താക്കോൽ അച്ഛന്റെ വസൂലാക്കി അതിനകത്തുള്ളത് മുഴുവൻ കട്ടുപൊടിക്കണം. എന്നിട്ട് ആ പഴി അച്ഛന്റെ തലയിൽ ചാരി എന്നെ അകത്താക്കണം. അത് അവന്റെ ലക്ഷ്യം. അതെ, ഇതൊന്നും അറിയാതെയാണ് മോൾ അച്ഛനെ പഴിഞ്ഞായിരുന്നത്. പണ്ഡിറ്റ് ജവഹർലാൽ ഇന്ദിരാജി എന്ന പോലെ, സുൽഫിക്കർ അലി ഭൂട്ടോയ്ക്ക് ബേനസീർ എന്ന പോലെ അച്ഛന്റെ പിന്നിലെ ശക്തിയായി നിന്നെ നിർത്തി അവനോട് പകരം വീട്ടാമെന്ന് അച്ഛൻ കണക്കുകൂട്ടി. അതിനാ ഇതൊക്കെ ചെയ്തത്. വേണ്ട, എല്ലാം അവസാനിപ്പിച്ചേക്കാം. താക്കോൽ കൊടുത്ത് ഭരണം ഏൽപ്പിക്കാം. എല്ലാം കട്ടുമുടിക്കട്ടെ. എന്നിട്ട് പല്ല് കൊഴിഞ്ഞ സിംഹത്തെ പോലെ ഈ ഫൽഗുനൻ തമ്പി ഈ ചെറിയ വീട്ടിലെ ഏതെങ്കിലും ഒരു ഇടനാഴിയിൽ ജീവിതകാലം മുഴുവൻ ചുരുട്ട് കുടിക്കൊള്ള. കരുത്തി കരുതലിൽ
ഇട്. ഝാൻസി റാണി ഇട്ട് തന്ന് ഞമ്മളെ രക്ഷപ്പെടുത്തിയ പുന്നാര മോനെ. പക്ഷേങ്കിൽ ആ റാണി തന്നെ നേരിട്ട് വന്നെന്റെ ശൈത്താനേ. എന്തായി ശങ്കിച്ചു നോക്കുന്നേ? മനസ്സിലായില്ലേ എന്നെ? കൃഷ്ണഭർത്തെ ഝാൻസി റാണി, അതാണല്ലോ നിങ്ങൾ എനിക്ക് കൽപ്പിച്ച പേര്. അയ്യോ, അതൊരു തെറ്റിദ്ധാരണയുടെ പുറത്തങ്ങോട്ട് പറഞ്ഞു പോയതല്ലേ. അബദ്ധായി ഇന്നിപ്പോ അങ്ങോട്ട് തോന്നുന്നു. കാരണം യഥാർത്ഥ ഝാൻസി റാണി ഒരു പടയുടെ മുമ്പിലും തോറ്റ് പിന്മാറിയിട്ടില്ലല്ലോ. ഒരുതി അങ്ങോട്ട് നേടിയിട്ടല്ലേ ഉള്ളൂ. പിന്നെ ഒടുവിലൊരു വീരചരമവും. ഇതങ്ങനെയല്ലല്ലോ, വാലും ചുരുട്ടി ഓടുകയായിരുന്നില്ലേ കൃഷ്ണപുരത്തെ ആൺപടയുടെ മുമ്പിലെ. എന്താ സുലൈമാൻ തിരുമേനി? ഈ പറഞ്ഞ ആൺപടയുടെ നേതാവ് താങ്കളാണല്ലോ, ശത്രുപക്ഷത്തിന്റെ അച്ഛൻ. പക്ഷേ ഈ നേതാവിന് ഇന്നലെ കവലയിൽ കാണിച്ച പോലെ തട്ടുപൊളിപ്പം വിദ്യകളെ വശമുള്ളൂ. നെഞ്ചുവെച്ച് നിന്ന് പോരാടാനുള്ള ചങ്കൂറ്റുണ്ടോ? എന്താ നീ ഉദ്ദേശിച്ചത്? പറയാം. അച്ഛനോടുള്ള ശത്രുത ഇവിടുത്തെ ബാലഗോപാല ക്ഷേത്രത്തിന്റെ ഭരണത്തെ ചൊല്ലിയല്ലേ. അച്ഛന്റെ കൈവശമുള്ള ക്ഷേത്രത്തിന്റെ താക്കോൽ എന്നേക്കുമായി കൈക്കലാക്കണം. അതല്ലേ പരമമായ ലക്ഷ്യം. അപ്പൊ വന്നുടനെ ചേച്ചി കാര്യങ്ങളൊക്കെ അറിഞ്ഞൂല്ലേ? അറിഞ്ഞു. താക്കോലിന്റെ സ്ഥാനം അച്ഛൻ കിടക്കുന്ന ആവണിക്കെട്ടിന്റെ തലയ്ക്ക് തന്നെയാണ്. അതെടുക്കാനുള്ള ചങ്കുറപ്പുണ്ടോ? നാവിൻ തുമ്പത്തെ വികട സരസ്വതിക്കൊപ്പം മഹാഭാരതത്തിലെ പാർത്ഥന്റെ ബുദ്ധിയും ശൗര്യവും ഈ പാർത്ഥനുണ്ടോന്ന് കാണട്ടെ. നിന്റെ അച്ഛനാ ഫൽഗുനൻ തമ്പിയുടെ ആവണിക്കട്ടിലിന്റെ അടിയിലിരിക്കുന്ന താക്കോലെടുത്ത് നിന്റെ കയ്യിൽ തന്ന നീ എനിക്ക് എന്ത് തരും? നിങ്ങളൊരാണാണെന്ന് സമ്മതിക്കും. അതുപോലെ എന്ത് തരും? എന്തും. സുലൈമാനെ എന്തും തരും. എല്ലാവരും നല്ല ഉറക്കവാ. എവിടെയെങ്കിലും ശബ്ദം കേട്ടാ അപ്പൊ നീ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തോണം. ഓക്കെ? എന്റെ ആണത്ത് അവൾക്ക് തെളിയിക്കണമല്ലേ? ഞാൻ ആണാണെന്ന് ഇന്ന് അവൾക്ക് തെളിയിച്ചു കൊടുക്കാം. അത് വേണം. കുഞ്ഞിഞ്ഞ് എന്തിന് കുറ്റി തുറക്കാൻ? കൃഷ്ണ ഗുരുവായൂരപ്പാ, മോള് വന്ന ദിവസം ഞാൻ ഇന്ന് അവിടെയാ. ഇന്ന് ഒറ്റയ്ക്ക് കിടന്നാ മതി. ഇവിടെ കിടന്നോണ്ടെന്തോന്ന് പ്രയോജനം? ഞാനിതങ്ങ് പൂട്ടുക. ഞാൻ എന്നെ കൂട്ടി. ചിമ്മിക്ക് ഇതാണോ പ്രശ്നം? ജിമ്മി, മോങ്ങാട് അടങ്ങി കിടക്കേ. സൈലൻസ്. നിന്റെ ഗതി എന്നടാ എനിക്ക്. നീ ഒറ്റയ്ക്ക്, ഞാനും ഒറ്റയ്ക്ക്. നമ്മുടെ ഗതികേട് ആരറിയാൻ, ആര് കാണാൻ? ഓ, എന്തൊരു സ്ഥലം. ഇവിടെ നിൽക്കാൻ വയ്യ, കിടക്കാം. നീ ഇവിടെ തന്നെ വരുമെന്ന് എനിക്കറിയാം. പാടിയ വായും ആടിയ കാലും വെറുതെ ഇരിക്കില്ല. താനെ അതെന്റെ കൈയാടി. തിരിച്ചോടിക്കല്ലേ, തിരിച്ചോടിക്കല്ലേ. ഇതിനൊക്കെ ആരെങ്കിലും ഇങ്ങനെ കാല് പിടിക്കോ? മോളെ കെട്ടിക്കാറായി. എന്നിട്ടാ എഴുന്നേക്ക്. എന്തെങ്കിലും ആട്ടെ. വാ. ഇതെന്നാ തടി കൂടിയോ? ഇല്ലല്ലോ. ഓടിയോ? നീ പറഞ്ഞ ചങ്കൂറ്റം പാർത്ഥം കാണിച്ചിരിക്കുന്നു. മതിയാ? അയ്യോടാ, താക്കോലെടുക്കാൻ പോയ വീരൻ ഝാൻസി റാണിയെ പൊക്കിക്കൊണ്ടു പോകാം. നീ എന്താ പറഞ്ഞത്? അച്ഛൻ കിടക്കുന്ന ആവണിക്കട്ടലിന്റെ അടിയിലാണ് താക്കോലെന്ന്. ആവണിക്കട്ടലിന്റെ അടിയിൽ അല്ലടി താക്കോല്. അതിനേക്കാൾ നല്ല സേഫ് ലോക്കറിന്റെ അടിയിൽ. അതെവിടാ? കുന്തം പോയാ കുടത്തിലും തപ്പണമെന്നല്ലേ സുലൈമാനെ? കുടത്തിലാണോ പോയത്? ഉപ്പ കാണിച്ചു തരാം. എടീ, നീ മനസ്സിനകത്ത് കാണുമ്പോഴേ ഈ പാർത്ഥം മാനത്ത് കാണും. എന്നാ നിന്റെ അച്ഛന്റെ തലയുടെ അടിയിൽ തന്നെ കൊണ്ടുവച്ച് പണ്ടാറടങ്ങ്. എന്നെടുത്തെടുത്ത് തന്നെ വെച്ചേക്കാം. ഇത്തരം കുറുക്കു വഴി കൂടെ അല്ല പാർത്ഥനെ തോൽപ്പിക്കേണ്ടത്. പോടി അവിടെ പോകാനോ? അങ്ങനെ പറ്റില്ലല്ലോ. എടുത്തു കൊണ്ടുവന്ന പോലെ തന്നെ തിരികെ കൊണ്ടാക്കാൻ. സുലൈമാനെ കൊണ്ടാക്കടാ.
അത് പോരാ. പിന്നെ ആരാണോ എന്നെ ഇവിടെ കൊണ്ടുവന്ന് അവർ തന്നെ എന്നെ തിരിച്ചു കൊണ്ടുവരും. അതിന് നിന്റെ മറ്റവൻ വരും സുലൈമാനെ. എന്നെ എന്തിനാ വിളിക്കുന്നത്? ഞാനാണ് ഇവളുടെ മറ്റവൻ. എന്നാ ഞാൻ പോവില്ല. വേണ്ട, ഇവിടെ എങ്ങാനും കിടന്ന് പണ്ടാറടങ്ങ്. ഇവിടെ എങ്ങനെയല്ല, ഇവിടെ തന്നെ കിടക്കാൻ പോകും. സുലൈമാനെ. ഞാൻ ഇല്ല, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും. പെണ്ണെ, നിനക്കെന്നെ അറിഞ്ഞൂടാ. എന്റെ കൺട്രോൾ തെറ്റിയ പിന്നെ പിടിച്ചാ കിട്ടില്ല. അതെ അതെ, പണ്ട് ഇതേപോലെ ഇവന്റെ കൺട്രോൾ പോയിട്ട് തിരിച്ചു കൊണ്ടുവരാം. ഞങ്ങൾ വിട്ട പാട്. അല്ലെങ്കിൽ ഞങ്ങൾ പോവാ. പൂങ്കൊടി ഇവിടെ എന്തെങ്കിലും നടക്കും. അയ്യേ ശവം. പൂങ്കൊടി, പടക്കവും തീപ്പെട്ടി ഒരുമിച്ചിരിക്കുന്നത് പൊട്ടൂലേ? പൊട്ടട്ടെ.